എൻ്റെ മദറിൻ്റെ സിസ്റ്റർ, മൈ ആണ്ട്, ഷീസ് 92 years old. 92 വയസ്സാണ്. പക്ഷെ ആൾക്ക് വായിൽ പല്ലൊന്നുമില്ല. 92-93 വയസ്സാവാറായി. പിന്നെ പക്ഷെ ഇത്രയും ഷാർപ്പാണ്. ആള് തനിച്ചാണ് വീട്ടിൽ നിൽക്കുന്നത്. ഒരു വലിയൊരു 10 ഏക്കർ സ്ഥലത്ത് തനിച്ചൊരു വീട്ടില്, കുട്ടികളില്ല. അപ്പം ഷീ ഈസ് വെരി ഷാർപ്പ്. ഇപ്പോഴും കണ്ണട വേണ്ട സാധനങ്ങൾ നോക്കാൻ. കൊളസ്ട്രോൾ ഇല്ല, BP ചെറുതായിട്ടേ ഉള്ളൂ, ഓർമ്മക്കുറവ് ഒട്ടുമില്ല. കണക്കറിയാം, കറണ്ട് അഫയേഴ്സ് അറിയാം, ന്യൂസ് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. വീട്ടിലെ കാര്യങ്ങളും നോക്കുന്ന ഈ പ്രായത്തിലും ഷി മേക്സ് ഹെർ ഓൺ മണി ബൈ സെല്ലിങ് ഹെർ മറ്റേ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അപ്പം ഞാനതാ ചോദിച്ചു. പക്ഷെ ഐ ഹാവ് ഗ്രോൺ അപ്പ് ഇൻ ഹെർ ഹൗസ് ഫോർ മെനി മന്ത്സ്. സോ അവർ കഴിച്ചിരുന്നത് ചോറ്, പക്ഷേ ഉപ്പ് കുറവ്, തക്കാളി മിക്കവാറും കുറവായിരുന്നു, പിന്നെ പഞ്ചസാര വളരെ കുറവായിരുന്നു. പക്ഷേ ഈ മിൽക്ക് ബിക്കീസൊക്കെ ഇടയ്ക്കൊക്കെ തിന്നും. ഇപ്പോഴും മിൽക്ക് ബിക്കീസില്ല. ഇപ്പം ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഐ വോണ്ട് ടു ആസ്ക് ഓൾ ഓഫ് യു, സി ലൈക്ക് ഷീസ് 92-93 ഇപ്പം ആൻറ്റി. അപ്പം ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു വലിയൊരു രോഗത്തിനൊരു അടിമയായിട്ടൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഐ ഹവ് സീൻ ദ ലൈഫ് സ്റ്റൈൽ ഓൾസോ. അത്ര വേറെ അബ്നോർമലായിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്പെസിഫിക് ആയിട്ടും അല്ല. സോ ഞാൻ പറയുന്ന ഈ മേജർ ഡിസീസസ് ഒന്നും ഇല്ല അപ്പം ഗോഡ്സ് ഗ്രേസ്. ആൻഡ് ഇൻ്റലിജൻസ് ഇസ് ഓൾസോ ലൈക്ക് ഹർ ബ്രെയിൻ പവർ ഇസ് ലൈക്ക്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഓർമ്മ കുറവുണ്ടെന്ന്. ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തന്നെ ഓർമ്മ. സോ ഐ എം ആസ്കിങ് വാട്ട് ഇസ് ദ മന്ത്ര? Is there some magic in it? You told me that she is very social and she has got lots of visitors. Absolutely. She keeps on, she does the trading also. Yes, of coconuts. Yeah. So that is what keeps her sharp. I think being socially active, interacting with more and more human beings, listening to their stories, telling our own, all those things keep your mind agile. Okay. And food habits also, I think, normal, not over the board. That's why when we look it into three, like the genetics, the environmental factors, and the person's own factors, all these things will come into interplay, and you can see it like as age advances. Like she might ഇപ്പോൾ ഇത്രയും വർഷം ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം ആക്റ്റീവ് ആയിരുന്നു അവരെന്നുള്ളത്. വളരെ ആക്റ്റീവ്, ഫിസിക്കലി നല്ല ആക്റ്റീവ്. അപ്പോൾ ഈ പറഞ്ഞ 10 acres ലാൻഡിലെ കോക്കനട്ടിനൊക്കെ അതിൽ നോക്കി നടക്കുമ്പോൾ തന്നെ ഷീ ഹാസ് ഡൺ ഹെർ എക്സസൈസ് അല്ല, ഷീ നെവർ യൂസ്ഡ് ടു ഗോ. അങ്ങനെ ഫുള്ളായിട്ട് നടക്കില്ല. പക്ഷെ ഞങ്ങളൊക്കെ ആയിരുന്നു കുഞ്ഞിൽ പോയിരുന്നത് കോക്കനട്ട് ഇതിനൊക്കെ. പക്ഷെ കംപ്ലീറ്റ് ഓർഗനൈസിങ്ങും അവിടെ വീട്ടിനെവിടെയും ലൈക്ക് വെരി ആക്റ്റീവ്. നമ്മുടെ ബ്രെയിനിന് തന്നെ കൊടുക്കുന്ന എക്സസൈസ് ആണ്. ഷാർപ്നെസ് ഒക്കെ അങ്ങ് സ്പെസിഫിക് ആണ്. പിന്നെ ഗുഡ് ജീൻസ് ഡെഫിനറ്റ്ലി that we cannot that's not changeable, but okay, but that's good. And the environment you share the same genes, no? Yeah. Lucky for you. And see, the most important thing is 92 വയസ്സിൽ 10 ഏക്കറിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വരില്ല, എവിടെയും വരില്ല. She's independent. She's totally independent. You call her at 4 മണിക്ക് ഫോൺ വിളിച്ചോ, she'll pick up and she'll talk. എന്തെങ്കിലും ഉടനെ ഞങ്ങൾ സൺറൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷോൾഡർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടപ്പോൾ we bring her this side. But she's like a miracle. Keeping active and mentally and physically. The life expectancy is increasing in general also. It's increasing in general also. Okay. No, I was saying she's healthy. That is, and her brain, a brain power. അതാണ് ഞാനും പറയുന്നത്. ഐ തിങ്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് അല്ലേ, അതിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. സി നമ്മൾ ഈ ലൈക്ക് യു സെഡ് പേഷ്യൻ്റ് ആയിട്ടല്ല വരേണ്ടത്. സി ഈവൻ ഹോസ്പിറ്റൽസ്, ഐ തിങ്ക് നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസാണ് അല്ലേ. ദേ കം ആൻഡ് സേ ഡോക്ടർ എനിക്ക് ഒന്ന് പിന്നെ എൻ്റെ ഈ സ്കാർ കളയണം, അല്ലെങ്കിൽ ഡോക്ടർ എൻ്റെ വൈറ്റമിൻ D ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത് സി that is what we want alle. We want healthy children, we want healthy women, we want I think our culture ippom I think developed countries like അങ്ങനെ തന്നെയല്ലേ. See, everybody is in love with themselves അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആരും എന്നോട് ചോദിച്ചു
മാഡത്തിന്റെ ജീവിതം എല്ലാം ആയല്ലോ, മക്കളും പേരക്കുട്ടികളോ. ഞാൻ പറഞ്ഞ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴേ. I said I just started because I have my work, I have my family, I have my friends, I have my grandchildren, I have my social activities, എല്ലാം ഉണ്ട്. Why should I stop? എൻ്റെ ആണ്ടി 92 ആണെങ്കിൽ ഞാൻ 90 വരെയും പോകണ്ടേ അല്ലേ, വർക്ക് ചെയ്യണം. അപ്പോൾ that is it. I think that should be the mindset, because at this age I am 50 plus, so You are 50 plus? yes. It's shocking. I'm 53. I'm 53 years old, and I'm a very happy 53-year-old, and I'm a mother and a grandmother. So promise to tell us the secret. Absolutely, I'll do that for sure. We should start from there, telling about madam's lifestyle. Yeah, definitely. So what I want to ഞാൻ എനിക്ക് ചോദിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്, പല രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലുപരി എനിക്ക് what I want advice from you is how to like go on with life, trying to be as healthy as possible, okay, and as productive as possible and as happy as possible. അപ്പോൾ ഇതിനൊരു നക്ഷലിൽ what are the best practices we could follow, in maybe all of you could just enlighten us on that. അത് പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ it will be very very helpful. I'll just start with it because it's a big question. Yes, I do It has understand. got multiple layers of answers. Yes. So I think to have a good lifestyle, as we decided today the topic, Yes. that is the most important way of living a healthy, productive, and as you said, happy life. So to begin with, what makes us healthy is what we put inside our body, that is our diet. That has to be really good, and a good dietary habit should be inculcated from childhood. But it is never too late. Absolutely. Suppose if you are making a mistake, now for example we are eating a lot of junk food, we know now that it's a mistake, we can correct it now. It's never too late to get corrected. Yeah, but a little bit of it is not a problem. ജങ്ക് കുറച്ച് Once in a while കുഴപ്പമില്ല. കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡെയിലി ബേസിസിൽ if you are giving your children in tiffin burgers or biscuits or chips or like that, those things should be avoided. ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഏറ്റവും നല്ല ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമാരുണ്ടാക്കിയ ഭക്ഷണം should be taken like amridam for children, because that will prevent a lot of diseases. Absolutely. That the regular ചോറ്, കറി, പരിപ്പ്, fish, anything that is brought from the farm and cooked at home. Yes. Like avoiding processed food. So anything brought fresh from the farm, like pachakari, even fish, meat, you are bringing fresh from the farm and cooking at home and giving to your children. That is better than any day than buying from outside, because the oil that your mother uses is much more healthier, the quantity that she uses, and she will never reuse the same oil. Absolutely. Which is done when it is cooked outside. One part of it is diet, and I think the other doctors would like to join. Next important thing would be exercise. നമ്മൾ എത്ര എക്സസൈസ് ചെയ്യുന്നു, ഹൗ മച്ച് ആക്റ്റീവ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എത്ര ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ടെക്നോളജിയും കംഫർട്ട്സും ഒക്കെ അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും കംഫർട്ട് സോണിലേക്ക് ഇരിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് സോണും കൂടെയാണ്, കംഫർട്ട് മാത്രമല്ല. ബിക്കോസ് കംഫർട്ട് സോണിൽ എത്തുമ്പോഴേക്കും നമ്മളുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കുറയും. എവറിത്തിങ് കംസ് ടു അസ്. അത് നമ്മുടെ ഫുഡ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഷോപ്പിംഗ് തിങ്, എവറിത്തിങ് വി ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ഫ്രം അവർ ഹോം. ഇതെല്ലാം ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുന്ന സംഗതികളാണ്. ആൻഡ് ഇപ്പോൾ എല്ലാവരും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൂടെ നമ്മൾ ലൈഫ് ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഡൂയിങ് വൈറ്റ് കോളർ ജോബ്സ്, അപ്പോൾ വിച്ച് ഇൻവോൾവ്സ് സിറ്റിംഗ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരം ഇരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പുതിയൊരു ടേമാണ്
എന്താ പറയാ Sitting. Yeah, sitting. ഞാൻ നേരത്തെ Yeah. പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞു. സിറ്റിംഗ് ഇസ് ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് യു ആർ സിറ്റിംഗ് മോർ ദാൻ 8 hours per day, ഇഫ് യു ആർ ഡൂയിങ് എ ഡെസ്ക് ജോബ്, ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഓർ ഇഫ് യു ആർ എ ഡോക്ടർ കൺസൾട്ടിങ്, നമ്മൾ അത്ര 8 hours കൂടുതൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വലൻ ടു സ്മോക്കിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്മോക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫോർ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസ് ഒക്കെയാണ്. മീൻസ് കാർഡിയോവാസ്കുലർ ഡിസീസ്, അറ്റാക്കിനൊക്കെ ഇതാണ്. അപ്പോൾ ഈ സിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു ആസ് എൻ അഡൾട്ട് ഓർ കുട്ടികളിലാണെങ്കിൽ നമ്മൾ എൻകറേജ് ദം ടു പ്ലേ ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് എന്തായാലും പറയും നമ്മുടെ ടാബ് മീൻസ് ഗെയിംസ്, വീഡിയോ ഗെയിംസ് ഒക്കെ അതൊക്കെ കട്ട് ഡൗൺ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ഡേ ടു ഡേ ലൈഫിൽ ഓഫീസ് ഇപ്പോൾ ഉള്ളത് എല്ലാ പോപ്പുലേഷനിലും മെജോറിറ്റിയും ഓഫീസ് ഗോയിങ് ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ സിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇൻ ഓഫീസിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ലൈക്ക് ഇഫ് യു ആർ സിറ്റിംഗ് മോർ ദാൻ ഫോർ വൺ hour continuously, just stop what you are doing and get up and walk for like 1 or 2 minutes even within your cubicle or office wherever you are. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി തന്നെ ചില പോളിസീസ് വെക്കണം. ലൈക്ക് ഇത്രയും ഇപ്പൊ നമുക്ക് സ്റ്റെപ്പ് കൗണ്ട്സ് ഒരു ഫാഷൻ ആണല്ലോ. സ്റ്റെപ്പ് കൗണ്ട്സ് സ്മാർട്ട് വാച്ച് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ഈസി ടു ട്രാക്ക്. അതൊരു മോട്ടിവേറ്റിംഗ് തിങ് കൂടിയാണ്. ആൻഡ് മേ ബി നമുക്ക് വരുമ്പോൾ നമുക്ക് ഫോൺ കോൾസ് വരുമ്പോൾ വിൽ ജസ്റ്റ് അറ്റൻഡ് ദ കോൾസ് ആൻഡ് വാക്ക് വൈൽ യു ഡു. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് നോക്കില്ലേ, ജസ്റ്റ് വാക്ക് വൈൽ യു ആർ ടോക്കിംഗ്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് മേ ബി വി ക്യാൻ opt for a distant parking lot so that we'll walk till at least and we can opt for a distant canteen also alle namukku and at least walk up or down at least 2 flights of stairs. appo lift undavum endayilum veliya buildings aanemba lift undavum but നമുക്കൊരു 2 ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ് എങ്കിലും നടക്കാൻ പറ്റുവാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതെന്നെ ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്താൽ തന്നെ നമ്മളൊരു കുറേ ഹൗസ് ഹോൾഡ് കുറേ ഉണ്ടാവും. ഐ തിങ്ക് വിമൻ ജനറലി ഡു ഇറ്റ്, മെൻ ഓൾസോ ഡു ഇറ്റ്. ബട്ട് ഐ തിങ്ക് ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ തന്നെ വർക്ക് നമ്മൾ തന്നെ ചെയ്യാന്നുള്ള ഒരു പോളിസി വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻകോർപ്പറേറ്റ് ഇൻ ദ കറന്റ് ബിസി ലൈഫ് സ്റ്റൈൽ. ബട്ട് ഇഫ് യു ഹാവ് ദാറ്റ് പോളിസി ദാറ്റ്സ് റിയലി ദാറ്റ് വിൽ ബി വെരി ഗെയിം ചേഞ്ചിങ്. Yeah, I do that because എൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കുറച്ച് സ്ഥലമുണ്ട്. So even now like every day I go down to the kitchen, I come back, I take like final arranging the clothes. So I make sure that I'm like all around, go to the garden, make sure that person is there. So it's like I'm on a run. Yeah, that's very important. Like one fine day after like in your 20s you will not realize that. In your 30s, 35s, like you'll find it difficult to get up without holding your armrest. Okay, that's one thing that you have to be actively looking for that. Anganendengil that means your calf muscles or your muscles that yeah, that's what I tell to the 60-year-old people who come, no, who do not walk, who do not cook anything. So I say, if you don't walk now, 10 years henceforth, what will you do? You cannot start doing something which you have not done. So you don't stop walking. You start walking now, so that by the time you are 70, 80 or whatever long life God has given you, you can still do your own things. ആൻഡ് ഇപ്പോൾ ഉള്ളത് നമുക്കെല്ലാം ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ലൈക്ക് വൺസ് യു fall into this disease, treat it accordingly, and as part of treatment of that disease we incorporate to change the lifestyle, but it should be done earlier in the life. Adana earlier and catch them young എന്നൊക്കെ പറയുന്നത്. I always say no, we are all used to firefighting. എപ്പോഴും ഫയർ ഫൈറ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയും റൂട്ട് കോസ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഹെൽത്ത് ആണെങ്കിലും വർക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും ഞാൻ എപ്പോഴും അതാ പറയുന്നത്. ഐ സെഡ് റൂട്ട് കോസ് കണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നല്ലേ. ഇപ്പം ഫുഡ് ഹാബിറ്റ്സ് ഞങ്ങളിപ്പം പറഞ്ഞ പോലെ പൊറോട്ട, ബീഫ്, ഡോക്ടർക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ഞങ്ങൾ ഡയബറ്റീസും ഹാർട്ട് ഡിസീസസും ഇവിടെ പറയുന്നതാണ്. ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടാകും. ഇല്ല, കഴിക്കാത്ത ഈ കൂട്ടത്തിലും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അല്ല, എനിക്ക് പൊറോട്ട വലിയ പറ്റൂല. മേഡം ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വെച്ചാല് ഇപ്പം ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ജനിച്ചൊരു 6 മാസം മാത്രമേ ഉള്ളൂ ഹെൽത്തി ഫുഡ്. അതായത് ലാക്ടേറ്റിംഗ് മദർ കൊടുക്കുന്ന ബ്രസ്റ്റ് മിൽക്ക്, ദാറ്റ് ഈസ് ഓൺലി ഹെൽത്തി ഫുഡ്. 6 മാസം കഴിഞ്ഞ് സെർലാക്കായി, നാംപ്രോ ആയി, അങ്ങനെ അതൊക്കെ നമുക്കിപ്പോൾ റീസെൻ്റ്ലി അറിയാമല്ലോ, സെർലാക്കിലൊക്കെ 30 ഗ്രാമോളം ഷുഗേഴ്സ് ഉണ്ടെന്നൊക്കെ സ്റ്റഡീസ് പുറത്തു വന്നു. അപ്പോൾ അത് കഴിഞ്ഞത് തൊട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിന് മാത്രം പറയണ്ട, അതുതൊട്ട് നമ്മളും ആ ഒരു പ്രായം തൊട്ടേ നമ്മളിങ്ങനെ അൺഹെൽത്തി ഫുഡ് പ്രാക്ടീസാണ് ചെയ്യുന്നത്. പിന്നെ എക്സാക്ട്ലി മാഡം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സസൈസിൻ്റെ കാര്യം അതും ഇപ്പം വളരെ ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. ഒത്തിരി ജിമ്മുകൾ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ പോലും പലരും 1-2 മാസം പോയി രജിസ്റ്റർ ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരിക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ 2020 മാച്ചൊക്കെ കാണാറില്ല. അപ്പോൾ അതിനകത്ത് പവർ പ്ലേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനിഷ്യൽ 6 overs ആണ്
ഏറ്റവും ചാൻസ്, അതായത് ഔട്ട്ഫീൽഡ് ഉണ്ടാവില്ല, അപ്പം മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്ന ഒരു 20-30 ഇയേഴ്സ് വെരി ക്രൂഷ്യലാണ്. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആയിരിക്കും ആഫ്റ്റർ 60 ഇയേഴ്സ് നമ്മൾ എന്തായിരിക്കും. So that's what I think. No, I will you want to say anything? Yeah, about the red meat. It is actually considered a carcinogen. Absolutely. Stomach and colon cancers are bangara rampant alle. I think it's like breast cancer and all that. It's very rampant. And even processed foods. Processed like food sausages, everything. I think ready to cook ആയിട്ടുള്ള ready to cook. Yeah, that is the thing. So basically ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, I think I can also sit on this platform and speak. ഞാൻ പറഞ്ഞില്ലേ, ആസ് എ മദർ, ആസ് ഗ്രാൻഡ് മദർ, എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂന്ന് പെൺകുട്ടികളാണ്. പക്ഷെ ഞാൻ what I can happily say, my eldest daughter is like 28 now. അപ്പം എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതലേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു സെർലാക്ക് ഉണ്ടെന്ന്. ഇല്ല, ഞാൻ 6 months കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു, നോ ക്രേഡിൽ. അന്ന് പിന്നെ ഡയപ്പേഴ്സും കുറവായിരുന്നു. അത് കഴിഞ്ഞ് 6 months കഴിഞ്ഞിട്ട് ഈ ഫുഡല്ലാതെ നോർമൽ റാഗി അതൊക്കെയാണ് കൊടുത്തോണ്ടത്. പിന്നെ പതുക്കെ എഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് 10 മാസമായപ്പം റെഗുലർ ഫുഡ് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ഫുഡ്, ആവശ്യമില്ലാത്ത ഒരു ജങ്കും നമ്മൾ കഴിയുന്നതും വാങ്ങിക്കില്ല. ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ആസ് എ കൾച്ചർ ഐ റിമെമ്പർ എൻ്റെ 1-2 പേരെന്തോ 1-2 ദിവസം ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു, കളിച്ചു. ഞാനപ്പോൾ ഒരു ദിവസം കഴിക്കണ്ടെന്ന് പറഞ്ഞു, അത്യാവശ്യം നന്നായിട്ട് വിശപ്പിച്ചു. After that they got into that habit. അപ്പോൾ ഇന്നും I can happily and proudly say that in my house normal food runs. നമ്മൾ കഴിക്കുന്നില്ല എന്നല്ല, നല്ല ഫുഡ് ഒക്കെ കഴിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ ആർക്കും വേറെ ഒന്നും വേണ്ട, നമുക്കിത് മതി. ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് ചോറ്, 3 പച്ചക്കറി, 1 ഫിഷ്. രാവിലെയാണെങ്കിൽ ഇഡ്ഡലി, ദോശ, ബേസിക് സാധനങ്ങൾ. ഡിന്നർ ആണെങ്കിൽ ഇന്ന സാധനം. ചായക്ക് സ്നാക്കില്ല ഇതില്ല. പക്ഷെ വല്ലപ്പോഴും എല്ലാവരും കഴിക്കും. ഒന്നിനും ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഞങ്ങൾ വിടേണ്ട ആവശ്യം, ബട്ട് ക്വാണ്ടിറ്റി കുറച്ച് സെൻസിബിൾ ആയിട്ട്. ഇപ്പം മൈ ഗ്രാൻഡ് സൺ ഇസ് ദേ 4 months ആയി. ഇപ്പം 6 months കഴിഞ്ഞ് ഞങ്ങൾ റാഗിയിലേക്കാണ് മോസ്റ്റ് പ്രോബ്ലി വി ഗോയിൻ ഇൻട്രൊഡ്യൂസും. ആൻഡ് നോർമലായിട്ടാണ് വളർത്തുന്നത്, വെളിച്ചെണ്ണയൊക്കെ തേച്ച് താഴത്തൊക്കെ പായലൊക്കെ കിടത്തി. സോ ഐ തിങ്ക് ദാറ്റ് ഓൾസോ മേക്സ് യു സ്ട്രീറ്റ് സ്മാർട്ട് ആൻഡ് നോർമൽ അല്ലേ ഇൻ ദിസ്. വുഡൻറ്റ് യു? I have no comment on the massage and all. Yeah, I know. I don't know the benefits of that. No, we say നമ്മൾ താഴെ we put a paya, a proper mat, and put ആ കുട്ടീനെ അവിടെ താഴെ കിടത്തും. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ ടിപ്പിക്കൽ തിങ് അല്ലേ, ബോഡി ഇറ്റ് ബിക്കം സ്റ്റേഡി, അവർക്ക് തിരിഞ്ഞു കിടക്കാൻ പറ്റും. ഇറ്റ്സ് എൻ ഓൾഡ് തിങ് റാദർ ദൻ പുട്ടിങ് ദം ഓൺ ഒരു കുഷനൊക്കെ ഇട്ട്. കുഷൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ പഴയതുണ്ട്. The traditional way of like take them to the children's park. It's a very സാധാരണ പാർക്കാണ്, പക്ഷെ അവിടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷനും നോളജും ആൾക്കാരും ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഇല്ല, that's what I said, give them an opportunity and let it be normal. അതുപോലെ മേഡം, ഇപ്പം ഈ അപ്പാർട്ട്മെന്റ് ലൈഫ് വന്നതിന് ശേഷവും കുട്ടികൾ അങ്ങനെ അധികം പുറത്തു പോകുന്നു, പ്ലേ സ്റ്റേഷനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസ് ആയിട്ട്. പക്ഷെ അതിനെന്താ പറയാനുള്ള? വാട്ട് ഈസ് ദ സജഷൻ ദാറ്റ് യു ഹാവ്? Vitamin D deficiency അതുകൊണ്ടാണ്. Vitamin D deficiency, that is a main. Indoor. അത് ഐ തിങ്ക് ഡോക്ടർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ വരുന്നു. ഡയറ്റിലുള്ള ഇത് കാരണം ഒബേസിറ്റി അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ, അമിതവണ്ണം കാരണം. സോ അത് തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ ആ ഒരു പ്രശ്നം കാരണം ഉണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും ഒരു കാരണമായിട്ട് മാറും. അല്ല, ഈ വൈറ്റമിൻ ഡി എത്ര പെർസെന്റേജ് ആൾക്കാർക്ക്? ഐ തിങ്ക് ഹ്യൂജ് നമ്പർ ഇസ് ഡെഫിഷ്യന്റ്, നോ? അതെ, ഇപ്പം നമുക്ക് ഒരാളെ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ വി ക്യാൻ ബി ഷുവർ ദാറ്റ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത്. സോ അത്രയ്ക്ക് കോമൺ ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ട്. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്ത്. പക്ഷെ ഈ വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്താൽ ഒരുപാട് ഈവൻ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എല്ലാം ഭയങ്കര മാറ്റം. നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ മെന്റൽ സ്റ്റേറ്റസ്, ഡിപ്രഷൻ ലെവലിൽ, ജനറലൈസ്ഡ് ഏക്സ് ആൻഡ് പെയിൻസ്, മസിൽ ക്രാംസ്, മൈഗ്രെയിൻസ്, ഹെഡ് ഏക്സ്, ബോഡി ഏക്സ്, എല്ലാത്തിലും ഒരു പോസിറ്റീവ് ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഹെയർ ഫോൾ ഒക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്.
പക്ഷെ അതെന്താ ഇപ്പം ആൾക്കാർ നമുക്ക് നമ്മൾ ഐ തിങ്ക് ഇപ്പൊ കുറച്ചായിട്ടാണ് ഇതിനെപ്പറ്റി അധികം സംസാരിച്ച് വന്നിരിക്കുക. ഇപ്പൊ ഐ തിങ്ക് ഇൻഫൻസിന് പോലും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ മുമ്പൊക്കെ ചെറുപ്പത്തിലെ ഈ ഗ്രോയിങ് പീരീഡിലായിരുന്നു വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്, കുട്ടികൾക്ക് ബോൺ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. ബട്ട് അന്ന് നമ്മൾ ഈ അഡൾട്ട്സിൻ്റെ റിക്വയർമെന്റിനെ കുറിച്ച് അത്രയധികം ബോധവാന്മാരായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വി ഫൗണ്ട് ദാറ്റ് മെനി good proportion of adults are also vitamin D deficient. Post-COVID, and it started somewhere around 2005 ശേഷമൊക്കെ ആയിരുന്നു. അല്ല, ഈവൻ ഐ എം അറ്റ് ടൈംസ് മറ്റേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റ് അല്ല സപ്ലിമെന്റ് ഞാൻ എടുക്കുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ചിലപ്പോൾ വിട്ടുപോവാണെങ്കിൽ I know my like capacity, my hyperactivity or whatever it is you call that comes down. So then ഞാനത് തിരിച്ച് ഇത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഐ തിങ്ക് നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഫുഡ് ഹാബിറ്റ്സാ, എക്സസൈസ് ഒബ്സസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജി സ്പെൻഡ് ചെയ്യാനായിട്ട് വേണ്ടുന്നില്ല ഈക്വലന്റ്. ദാറ്റ്സ് എ ബേസിക് തിങ്. പിന്നെ ബാലൻസ് ബിറ്റ്വീൻ വാട്ട് യു ടേക്ക് ആൻഡ് വാട്ട് യു എക്സസൈസ് മീൻസ് ഹൗ മച്ച് യു ആർ സ്പെൻഡിങ്, അത്ര തന്നെ കാലറീസ് എടുത്താൽ മതി. ഓക്കെ, അത്ര എടുത്താൽ അതിനൊരു ബാലൻസ് വേണം. Okay, so if you take excess, that is when those new problems like fatty liver and all, obesity, fatty liver is a new thing, which not a new thing, but it is like increasing rapidly in 20 years old, 30 years old. Whoever you do a scan is having a fatty liver. It's not normal to see like പണ്ടൊക്കെ ഫാറ്റി ലിവർ ഇടയ്ക്ക് മാത്രം കാണുന്ന ഫൈൻഡിങ് ആയിരുന്നു. We don't get to see a scan without fatty liver these days, even for അത്രയും rampant ആണ്. if it is fatty liver, would you want to talk about it? Yeah, of course. ബേസിക്കലി നമ്മുടെ കേരളത്തിലെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് മദ്യപിക്കുന്നവർക്ക് മാത്രമാണ്, എല്ലാവർക്കും അല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പം അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ആൽക്കഹോളിക് ലിവർ ഡിസീസിനെക്കാട്ടും കൂടുതൽ ഇപ്പം പറഞ്ഞ ഫാറ്റി ലിവർ ഡിസീസസ് ഉണ്ട്. അതെ, മെനി പേഷ്യൻസ്. It's a leading cause of liver transplant now. Not alcoholic, non-alcoholic liver cirrhosis. That is because of ഈ ഫാറ്റി ലിവർ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ റെഡ് മീറ്റ്, sugar, no excess calories, excess than your requirement. If you take, it gets deposited. Okay, അപ്പം And regular exercise, this all lifestyle, as you said, no, to live a more productive life, we need to do all this. Have a healthy diet, have a daily exercise regime. Minimum, as you said, how much should we exercise? Minimum is for a good healthy heart, you should need 30 minutes of just brisk walking every day. Yeah. And resistance exercise also good, but aerobic exercise is very good for the heart. Heart also. This regular aerobic exercise will maintain our fitness level and depending upon our goals. And I think ഒരു ബേസിക് ഒരു ഐഡിയ സെൽഫ്, ഐ തിങ്ക് നമ്മളൊരു സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അല്ലേ. ആൻഡ് ഐ തിങ്ക് സ്പെഷ്യലി മദേഴ്സ്, ബിക്കോസ് നമ്മളാണ് ഫാമിലിയുടെ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നമ്മളാണ് സെന്റർ പോയിന്റ്. വി ഡിസൈഡ് വാട്ട് എവറി പേഴ്സൺ ഹാസ് ടു ഈറ്റ് അറ്റ് ഹോം 99% ഓഫ് ദ ടൈം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയിട്ട് സാധനം വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഐസിൽ ഉള്ളത് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും നമ്മൾ സീസണൽ വാങ്ങിക്കുക അല്ലേ. സീസണൽ ഇസ് എ ബെസ്റ്റ് തിങ്. ആൻഡ് നമ്മളിപ്പം ഓർഗാനിക് വാങ്ങിക്കാം, ബട്ട് ദാറ്റ് ഇസ് ലിറ്റിൽ ടു എക്സ്പെൻസീവ്. വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറുത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നല്ലത്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇപ്പം മുരിങ്ങയാണ് അല്ലേ. എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് മുരിങ്ങ. ഐ തിങ്ക് പൗഡർ, എവറിത്തിങ് ഇസ് ദെയർ. സോ അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഐ തിങ്ക് ലോട്ട് ഓഫ് അയൺ കണ്ടന്റ് ഇൻ ഇറ്റ് അല്ലേ. ബേസിക്കലി അയൺ കണ്ടന്റ് ആണ്. Okay, yeah, lot of iron content. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പപ്പായ, everything is good. So all these things are there.